ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 54 ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. മിന്നുമോളുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് ജയദേവന്റെ കോൾ ആമികയെ തേടിയെത്തിയത്. അയാളുടെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു ഗൗരവം അവൾക്ക് അനുഭവപ്പെട്ടു. മോളെ, ന്യൂസ് ഒന്ന് കാണണേ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ജയദേവൻ ആശങ്കയോടെ പറഞ്ഞു. ഡാഡി, ന്യൂസിൽ എന്താ വിശേഷിച്ച്? തൽക്കാലം ന്യൂസ് കാണാനൊന്നും നേരമില്ല, കണ്ടന്റ് മാത്രം ഇനി പോന്നോട്ടെ. എന്തായാലും മൊത്തത്തിൽ പെട്ടിരിക്കുക. അല്പം നിരാശയോടെ ആമിക മറുപടി നൽകി. അത്ര സുഖകരമായ വാർത്തയല്ല, ഞാനായിട്ടത് പറയുന്നില്ല, നീ തന്നെ കണ്ടു നോക്ക്. കൂടുതൽ വിശദീകരണത്തിന് നിൽക്കാതെ ജയദേവൻ ഫോൺ കട്ട് ചെയ്തു. ആ ആദ്യം ഒടുങ്ങും മുമ്പ് കോ ഡ്രൈവർ സീറ്റിലിരുന്ന അജി തൻ്റെ മൊബൈൽ ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മേഡം, ഇതൊന്ന് നോക്കിയേ, എൻ്റെ ഫ്രണ്ട് അയച്ചതാണ്. പ്രസ് ക്ലബിൽ വെച്ചുള്ളൊരു ലൈവ് അഭിമുഖമായിരുന്നു അത്. സ്ക്രീനിൽ തെളിഞ്ഞ ആ ദൃശ്യങ്ങൾ ആമികയുടെ നെഞ്ചിൽ ഒരു ഇടിമിന്നൽ പോലെ പതിച്ചു. അവളുടെ കണ്ണുകൾ ക്യാമറയ്ക്ക് മുന്നിൽ തളർന്നിരിക്കുന്ന റാമിൽ തറഞ്ഞു നിന്നു. DIG റാം സർവീസിൽ നിന്നും വോളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കുന്നു. എഴുതി കാണിക്കുന്ന ഫ്ലാഷ് ന്യൂസ്. മൈക്കിന് മുന്നിൽ ചോദ്യങ്ങളുടെ ശരശയ്യയിൽ നിൽക്കുന്ന റാമിൻ്റെ മുഖത്ത് പരാജയം സംബന്ധിച്ചൊരു പോരാളിയുടെ ഭാവം. സർ, ഈ സമയത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? താങ്കളെപ്പോലൊരു ഓഫീസർ ഇത്രയും ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിൽ പടിയിറങ്ങുക എന്ന് പറഞ്ഞാൽ? മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ റാം ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അതിതീവ്രമായ വേദന തങ്ങി നിന്നിരുന്നു. തികച്ചും വ്യക്തിപരമായ കാരണമാണ്. എൻ്റെ മകൾ മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇനിയുള്ള കാലം എൻ്റെ ഭാര്യയ്ക്കൊപ്പം സമാധാനമായി എവിടെയെങ്കിലും ജീവിക്കണമെന്നുണ്ട്. പക്ഷെ സർ, മകളുടെ മരണം അതൊരു കൊലപാതകമല്ലേ? അതിന് നീതി കിട്ടും മുമ്പ് ഇങ്ങനെയൊരു നിലപാട് ശരിയാണോ? മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വീണ്ടും ഉയർന്നു. റാം എഴുന്നേറ്റ് നിന്നു. അയാളുടെ കണ്ണുകളിൽ അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. തീർച്ചയായും എൻ്റെ മകളുടെ മരണം കൊലപാതകം തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ എല്ലാവർക്കും മുന്നിൽ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് എൻ്റെ മകൾക്ക് പോലും സുരക്ഷിതയായിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മാലാഖ കുഞ്ഞ്, അവൾ വേദനയില്ലാത്തൊരു ലോകത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു. ആ മരണത്തിന് ഉത്തരവാദി ആരാണോ, അയാളുടെ വിധി ഇതിനകം എഴുതപ്പെട്ടു കഴിഞ്ഞു. ആ മറുപടിയിൽ സദസ് ഒന്നടങ്കം സ്തംഭിച്ചുപോയി. അപ്പം മകളെ കൊന്നയാളെ സാർ ന്യായീകരിക്കുകയാണോ? മകളുടെ മരണത്തിൽ സാറിന് ദുഃഖമില്ലേ? എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളുടെ ഗതി എന്താണ്? 1000 ചോദ്യങ്ങൾ റാമിനെ പൊതിഞ്ഞു. അന്വേഷണമൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ഒരു പിതാവിനും തുറന്നു പറയാൻ കഴിയാത്തത്ര വേദന നിറഞ്ഞതാണ് എൻ്റെ മകൾക്ക് സംഭവിച്ചത്. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ നമുക്ക് മാത്രമാണ് കൊച്ചുകുട്ടികൾ. ചുറ്റുമുള്ളവർക്ക് അവർ വെറും മാംസപിണ്ഡങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായാൽ അവരെ സാധിക്കുമെങ്കിൽ നമ്മുടെ നെഞ്ചിലെ ആ അറകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കണം. ആരും കാണാതെ, ആരുടെയും കണ്ണുകളിൽ പതിയാതെ. എനിക്കുണ്ടായ ഈ ഗതി മറ്റൊരച്ഛനും ഉണ്ടാകാൻ പാടില്ല. അത് പറയുമ്പോൾ റാമിൻ്റെ സ്വരം വല്ലാതെ ഇടറി. അപ്പോൾ ഈ കേസിലെ പ്രതിയെ പിടിക്കുന്നതിനെപ്പറ്റി അങ്ങയ്ക്കൊന്നും പറയാനില്ലേ? മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായി റാം തൻ്റെ കയ്യിലിരുന്ന ഒരു ഫയൽ ഉയർത്തിക്കാട്ടി. ഇത് വിധിയാണ്. എവിടെയോ ഇരുന്ന് ആരോ നിശ്ചയിക്കുന്ന വിധി. ഈ ഫയലിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് കുറച്ച് വർഷങ്ങളായി ഇതുപോലെ ദുരൂഹമായി മരണപ്പെട്ട പെൺകുട്ടികളുടെ ഒരു നീണ്ട നിരയാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയാതെ അവസാനിപ്പിക്കേണ്ടി വന്ന കേസുകൾ. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം വെച്ച് അമ്മാനമാടിയ എല്ലാവർക്കും സംഭവിച്ച ഒരു പൊതുവായ വിധിയുണ്ടായിരുന്നു. മാനസിക നില അപ്പാടെ തെറ്റി ഭ്രാന്ത് പിടിച്ച് അവസാനം സ്വയം ആത്മഹത്യ ചെയ്യുന്ന വിധി. എൻ്റെ മകളുടെ കൊലയാളിക്കും ആ വിധി തന്നെയായിരിക്കും. സദസ്സിൽ വലിയ ബഹളമുയർന്നു. ഒരു മാധ്യമപ്രവർത്തകൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് രോഷത്തോടെ ചോദിച്ചു. സർ, ഇതുപോലുള്ള ബാലിശമായ വാക്കുകൾ പറയാൻ ഒരു പോലീസ് ഓഫീസർക്ക് യാതൊരു മടിയുമില്ലേ? നിയമവും സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഈ ലോകത്ത് ശിക്ഷ വിധിക്കാൻ അജ്ഞാതനായൊരു മരണദൂതനോ? കഷ്ടം തന്നെ. റാം ഒട്ടും പതറിയില്ല. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തിളക്കം കൂടി. ഇതൊരു താക്കീതാണ്. സ്വയം മരിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിലിട്ട് കൊല്ലാൻ മടിയില്ലാത്ത ഏതൊരാൾക്കും നൽകുന്ന താക്കീത്. നാളെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഇത്തരം താല്പര്യങ്ങളോടെ ആരെങ്കിലും സമീപിച്ചാൽ അപ്പോൾ ഓർക്കണം, നിങ്ങൾക്ക് പുറകെ നിങ്ങളെ തേടി ഇതുപോലെ ഒരാളുണ്ട് എന്ന സത്യം. അപ്പോൾ ഇനിയും ഇതുപോലെ മരണങ്ങൾ നടക്കുമെന്നാണോ? പാപികൾക്ക് പിന്നാലെ കൊലവിളിയുമായി ഒരാളുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? മാധ്യമപ്രവർത്തകന്റെ ശബ്ദത്തിൽ പരിഭ്രമം നിഴലിച്ചു. തീർച്ചയായും. ഇനിയും ഏതെങ്കിലും പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ
അയാളുടെ മരണം ഉറപ്പിക്കും വരെ ആ മരണദൂതൻ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ഉറപ്പാണ്. ഇനി എനിക്കൊന്നും പറയാനില്ല. റാം അത്രയും പറഞ്ഞ് ആർക്കും മുഖം കൊടുക്കാതെ നടന്നകന്നു. ആമിക തിടുക്കത്തിൽ അലോകിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അവളുടെ ശബ്ദത്തിൽ കോപമാണ് പൊട്ടിയിരുന്നു. അലോക് സർ, എന്തേ കേൾക്കുന്നത്? റാം സാറിൻ്റെ പ്രസ് മീറ്റിംഗ് ആണ്ടോ? ഞാൻ പോന്ന ശേഷം ഈ 2 ദിവസം കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എടോ, ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ ആ രാഹുൽ, അവൻ ആത്മഹത്യ ചെയ്തു. മരിക്കുന്നതിന് മുൻപ് അവനൊരു നീണ്ട കുറിപ്പ് എഴുതിയിരുന്നു. ലോകമറിയാത്തൊരു വലിയ സത്യം അതിലുണ്ട്. എടോ, അവനാണ് നോവക്കുട്ടിയെ. അലോക് പാതി വഴിയിൽ നിർത്തി. പക്ഷേ അയാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ആമിക ചോദിച്ചു. അവിടെയാണ് രസകരമായ കാര്യം. മരിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ ആ പ്രേതം എന്നെ അനുവദിക്കില്ല എന്നാണ് അവൻ കുറിച്ചിരിക്കുന്നത്. അതേപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. താൻ പോയ കാര്യം എന്തായി? എൻ്റെ പൊന്ന് സാറേ, ഇവിടെയും സ്ഥിതി അതൊക്കെ തന്നെയാണ്. എല്ലാവരും വല്ലാത്ത ദുരൂഹതയോടെയാണ് പെരുമാറുന്നത്. കൊലയാളിയിലേക്ക് എത്തും മുമ്പ് തന്നെ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നു. ആരോ ഒരാൾ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആരൊക്കെ മരിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിൽ നിന്നും ഞാൻ പിന്നോക്കം പോകില്ല. അയാൾ ആരാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ ഒരു കാരണമുണ്ടാകും. അത് കണ്ടുപിടിക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല, ആമിക ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും താനൊന്ന് ശ്രമിച്ചു നോക്ക്. മാധ്യമങ്ങൾ ഈ വിഷയത്തിന് വേണ്ടതിലധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും വല്ലാത്ത ഭയത്തിലാണ്. അന്വേഷണമില്ലാതെ തന്നെ പലരും തങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിച്ച് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. മരണഭയം, അതുമാത്രമാണ് ഓരോ കീഴടങ്ങലിൻ്റെയും പിന്നിൽ, അലോക് പറഞ്ഞു നിർത്തി. താൻ ആരായിരുന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ആ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു കോപത്തോടെ ആമിക മുരണ്ടു. മാഡം, ഒരു പ്രശ്നമുണ്ട്. ഇനി നമ്മൾ മിന്നുമോളുടെ വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് നകുലിൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിയത്. അവൻ തൻ്റെ ഫോൺ ആമികയ്ക്ക് നേരെ നീട്ടി. സ്ക്രീനിൽ ഒരു വാട്സപ്പ് സന്ദേശം തെളിഞ്ഞു നിന്നു. പ്രവാസി മലയാളി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. വർഷങ്ങളായി താൻ ചെയ്തു കൂട്ടിയ അപരാധങ്ങളെല്ലാം എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത അരുൺ, 30 വയസ്സ്. 2 ദിവസം മുമ്പ് ജർമ്മനിയിൽ നിന്ന് നാട്ടിലെത്തിയ ഇദ്ദേഹത്തെ ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിപ്പിച്ചതായിരുന്നു. ആ സന്ദേശം വായിച്ചു തീർന്നതും ആമിക സ്തംഭിച്ചുപോയി. അതൊരു വലിയ പൊട്ടിത്തെറിയുടെ തുടക്കമായിരുന്നു. അപ്പോഴേക്കും അവളെ തേടി ജയദേവൻ്റെ ഫോൺ കോൾ വീണ്ടും എത്തി. മോളെ, ഞാൻ നാട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടുത്തെ സ്റ്റേഷനിൽ നിന്നും വിഷ്ണുവിനെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എത്തിയിട്ടുണ്ട്. ജയദേവൻ്റെ ശബ്ദത്തിൽ അസാധാരണമായ പതർച്ചയും വേദനയും ഉണ്ടായിരുന്നു. ഡാഡി, ഞാൻ... ആമിക എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കോൾ കട്ടായി കഴിഞ്ഞിരുന്നു. അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഈ കേസുകൾ ഒന്നും ചെയ്യാനാവില്ലെന്നാണ്. മുകളിൽ നിന്ന് ഓർഡർ വരുന്നത് വരെ നമുക്ക് കാത്തു തന്നെ പറ്റൂ. എനിക്ക് സുപ്രധാനമായ ഒരു കാര്യം ചെയ്യാനുണ്ട്. തൽക്കാലം എല്ലാവരും തിരിച്ച് അവരവരുടെ സ്റ്റേഷനിലേക്ക് പൊയ്ക്കോളൂ. നകുൽ, സാധിക്കുമെങ്കിൽ എന്നെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലാക്കി തന്നാൽ കൊള്ളായിരുന്നു. ഞാനിവിടെ നിന്നും ബസ് എടുത്തോളാം, ആമിക അല്പം ആലോചനയോടെ പറഞ്ഞു. മേഡം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കിത്തരാം, നകുൽ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും പറഞ്ഞു. കാര്യങ്ങൾ തികച്ചും പേഴ്സണലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണം. നമുക്ക് 2 ദിവസം കഴിഞ്ഞു കാണാം. പോലീസ് വണ്ടിയിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ആമിക തന്നെ വിട്ടു പോകുന്ന വണ്ടിക്ക് നേരെ കൈവീശി. ശേഷം തനിക്ക് പോകേണ്ട ബസ് കാത്തു നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് തീരുമാനിച്ചതനുസരിച്ച് റാം സാറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. സർ, ഇത് ആമികയാണ്. യാതൊരു കാരണവുമില്ലാതെ അങ്ങ് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നോവക്കുട്ടി എന്നെ കണ്ടിരുന്നത് ഒരു ചേച്ചിയെപ്പോലെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനുജത്തിക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അവളുടെ വാക്കുകളിൽ ചെറിയൊരു പരിഭവവും ഒപ്പം വലിയൊരു വാശിയും ഉണ്ടായിരുന്നു. മറുപുറത്ത് ഒരു നിമിഷം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം റാം സാർ മറുപടി പറഞ്ഞു. മോളെ ആമി, നിനക്കറിയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ഈ ഡാഡിയോടൊപ്പം തന്നെ അവസാനിക്കട്ടെ. എനിക്കിനി നീയേ ഉള്ളൂ. എവിടെയാണെങ്കിലും എൻ്റെ മോളുടെ ഒരു വിളിക്കപ്പുറം ഈ ഡാഡി ഉണ്ടാവും. മോക്ക് ഈ കേസ് അന്വേഷിക്കാം. പക്ഷേ പരാജയപ്പെടുന്നൊരു കേസിന് പുറകെ പോകേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റാം സാറിൻ്റെ മറുപടി കേട്ട് ആമിക വല്ലാത്തൊരു ഞെട്ടലോടെ ഫോണിലേക്ക് നോക്കി നിന്നു. പരാജയപ്പെടുന്ന കേസ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ത്? ആ ഒരു വാക്ക് അവളുടെ മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. അപ്പോഴേക്കും ദൂരെ നിന്നും ബസ് ഹോൺ മുഴക്കിക്കൊണ്ട് അടുത്തു വരുന്നത് അവൾ കണ്ടു. അവൾ ഫോൺ പോക്കറ്റിലിട്ട് വണ്ടിയിലേക്ക് കയറി.
ആ വാക്കുകളുടെ പൊരുൾ തേടിയുള്ള യാത്ര തുടങ്ങുകയായിരുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.